ഹായ് ഹലോ ഗൈസ് അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം. അപ്പം നമുക്ക് ആദ്യം തന്നെ കുനാഫയിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിവിടെ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മിൽക്കാണ്. ഒരു അരക്കപ്പ് മിൽക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു അരക്കപ്പ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കുനാഫയിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് നമ്മൾ കൈവിടാണ്ട് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മിക്സ് കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നല്ലോണം തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ മിക്സ് നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണം. അപ്പോൾ ഒന്നും കൂടിയും കട്ടയാവും ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി നമുക്ക് കുനാഫ ബേസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുനാഫ ഡോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ സേമിയ എടുക്കുക. കാരണം ഏകദേശം ടേസ്റ്റ് വൈസൊക്കെ രണ്ടും ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ നാട്ടിൽ ഈ കുനാഫ ഡോ ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം. ഒരു കത്തി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ 3 പീസസ് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് ഈ കുനാഫയുടെ ഓയിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മെൽറ്റഡ് ബട്ടർ ചേർത്തതിന് ശേഷം നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുനാഫയുടെയും ബട്ടറും കൂടെ. അപ്പോഴാണ് എല്ലായിടത്തും അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുനാഫയിലേക്കുള്ള മിക്സ് ഇവിടെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒപ്പം ഇനി ഒരു ചീസും കൂടി വേണം, ക്രീം ചീസ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹയാത്തിനയുടെ ചീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിനി കുനാഫ സെറ്റ് ചെയ്യാനായിട്ടൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും എത്തുന്ന രീതിക്ക് നല്ലോണം ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മൾ കുനാഫ നല്ല കറക്റ്റിന് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുനാഫ ഡോൻ്റെ മിക്സ് ഇതുപോലെ ഒരു 1 ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുനാഫ ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോട്ടോ. അപ്പോൾ നല്ല ഭംഗിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഹാഫ് പോർഷൻ കുനാഫ ഡോ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഫില്ല് ചെയ്യണം. എല്ലാ ഗ്യാപ്പിലും ഈ കുനാഫ ഡോ ഫില്ല് ചെയ്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിതിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കളറും ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൗണിഷ് ഒരു ഓറഞ്ച് കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാണ്ടിരുന്നത്. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാനിതിവിടെ വേറൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു ടാപ്പ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലൊരു ടാപ്പ് വെച്ചിട്ട് എയറൊന്നും പുറത്തേക്ക് പോവാത്ത രീതിക്ക് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓവനിലല്ല കേട്ടോ വെക്കുന്നത്, ഞാനിത് ഗ്യാസുമ്മൽ തന്നെയാണ് വെക്കുന്നത്.
അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഒരു 20 to 30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുനാഫ ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മൾ അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 30 മിനിറ്റ്സ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുനാഫ റെഡി ആവാനായിട്ട്. ഇനി നമുക്കിതുപോലെ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചൂടിൽ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.